എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് ടു ഹയർ സെക്കൻഡറി, അതുപോലെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, ആർട്ട് ഹയർ സെക്കൻഡറി, സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള വിദ്യാർത്ഥികൾക്കുള്ള എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഉൾക്കൊള്ളിച്ചാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള എല്ലാവിധ സംശയങ്ങളും മാറ്റാനായിട്ട് സാധിക്കും. വീഡിയോയുടെ ലെങ്ത് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോയുടെ സ്പീഡ് നിങ്ങൾക്ക് കൂട്ടിയിട്ട് ഈ ഒരു വീഡിയോ കേൾക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ആർക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യവും ഫീസ് ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള, അതായത് സേ പരീക്ഷ എഴുതാൻ സാധിക്കുക പ്ലസ് ടു, അതായത് 2024 പ്ലസ് ടു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആണ് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അതായത് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ 2024 പ്ലസ് ടു ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കമ്പാർട്ട്മെൻ്റൽ, അതുപോലെ തന്നെ റെഗുലർ, അതുപോലെ തന്നെ പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കമ്പാർട്ട്മെൻ്റൽ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു മുൻ വർഷങ്ങളിൽ പരീക്ഷ എഴുതി ഫെയിൽഡായിട്ട് ഇപ്പോൾ വീണ്ടും ഈ 2024 മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതോ, അല്ലെങ്കിൽ പ്ലസ് വൺ കമ്പാർട്ട്മെൻ്റലായിട്ട് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള 2023 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കോ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപ്രകാരം 2024 മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. പ്രത്യേകം പറയുന്നത് D+ ഗ്രേഡോ അതിന് മുകളിലോ നേടാൻ സാധിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അതുപോലെ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഒരു വിഷയം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല, അതായത് ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ ഒരു വിഷയം ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു പ്ലസ് ടുവിൻ്റെ മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സേ പരീക്ഷയ്ക്കുള്ള ഫീസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 175 രൂപയും, അതുപോലെ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ 150 രൂപയുമാണ് ഫീസ് വരിക. ഇതോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസായിട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ്, ഈ ഒരു സേ പരീക്ഷ എത്ര എണ്ണം എഴുതാൻ സാധിക്കും? അതായത് നിങ്ങൾ ജയിക്കാത്ത എത്ര വിഷയമുണ്ടോ അത്രയും വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം 2024 ആദ്യമായിട്ട് പ്ലസ് ടു പരീക്ഷ എഴുതി ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് വർദ്ധിപ്പിക്കുന്നതിനായിട്ട്, അതായത് D+ഓ അതിന് മുകളിലോ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ആ ഒരു മാർക്ക് കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഒരു വിഷയം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഒരു വിഷയത്തിന് 500 രൂപയും അതുപോലെ തന്നെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. കമ്പാർട്ട്മെൻ്റൽ പ്രൈവറ്റ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് അവസരം ഉണ്ടായിരിക്കില്ല. അതുപോലെ ബയോളജിക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ സുവോളജിയും ബോട്ടണിയും എഴുതേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ 2024 മാർച്ചിലെ 2ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ നിങ്ങൾ ഈ ഒരു പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള യോഗ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് കരുതി ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് കരുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, വിദ്യാർത്ഥികൾ ഈ ഒരു സേയോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയോ എഴുതുന്ന സമയത്ത് പ്രാക്ടിക്കൽ എക്സാം എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. നിങ്ങൾ 2024 ജനുവരിയിൽ നടന്നിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ മുൻ വർഷങ്ങളിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളോ ആണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്കതിൻ്റെ ഒരു സ്കോർ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ വീണ്ടും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പ്രാക്ടിക്കൽ പരീക്ഷ ഈ ഒരു മെയ് 29 മുതൽ 30-ാം തീയതി വരെ നടക്കുന്നതായിരിക്കും. ഓരോ ജില്ലയിലും ഓരോ പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഒരു പരീക്ഷാർത്ഥി, അതായത് നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഹാജരായിട്ടില്ലെങ്കിൽ ആബ്സെൻ്റ് എന്ന് രേഖപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അതുപോലെ
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സേ പരീക്ഷ, അതായത് പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമായിരുന്നു. +2 ഓൾറെഡി പാസ്സായതുകൊണ്ട് കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ കുറേ വിദ്യാർത്ഥികൾ +2 പരീക്ഷയിൽ ആബ്സെൻ്റ് ആയിട്ടുണ്ട്. പക്ഷെങ്കിൽ അവർ ഓൾറെഡി ആ ഒരു പരീക്ഷ പാസ്സായതായിരുന്നു. ഇപ്പോൾ ആബ്സെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ +2 സേ പരീക്ഷ എഴുതിയ സമയത്തായിരിക്കും ഈ ഒരു സബ്ജക്റ്റ്, അതായത് +2 സബ്ജക്റ്റ് ജയിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു, അതായത് ഈ ഒരു കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികളുടെ +2 സേയുടെ ആ ഒരു സ്കോർ പരിഗണിക്കുന്നതായിരിക്കില്ല. +2 പബ്ലിക് എക്സാമിനേഷൻ ലഭിച്ച TE മാർക്കായിരിക്കും പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ചിലപ്പോൾ ഫെയിൽഡ് ആവാനായിട്ടുള്ള കാരണമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ സേ പരീക്ഷയിലായിരുന്നു ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആയിട്ടുണ്ടായിരുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് +2 സേ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് ആ ഒരു സബ്ജക്റ്റ് വീണ്ടും പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് സേ പരീക്ഷയുടെയും അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണോ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതുന്നതും അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നതുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെയിം ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ സെയിം എക്സാം സെൻറ്ററും അതുപോലെ സെയിം ടൈമിലുമായിരിക്കും എക്സാമിനേഷൻ നടക്കുക. അതായത് ജൂൺ 12-ാം തീയതി മുതലാണ് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത്, അതുപോലെ തന്നെ സേ പരീക്ഷ നടക്കുന്നത്. ഈ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഈ ഒരു എക്സാം നടക്കുന്ന ടൈമും സെയിം ടൈമിൽ തന്നെയാണ് ഈ ഒരു എക്സാം നടക്കുക. അതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ സ്വന്തം സ്കൂളിൽ തന്നെയാണോ ഈ ഒരു എക്സാം നടക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്കൂളിൽ തന്നെ ആയിരിക്കില്ല ഈ ഒരു സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ സെൻറ്റർ ഉണ്ടായിരിക്കുക. കാരണം ഒരു ജില്ലയിൽ നിന്നും 3 വീതം സ്കൂളുകളെ ക്ലബ്ബുകളാക്കിയിട്ട് ആ ഒരു ക്ലബ്ബുകളിൽ ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും നിങ്ങളുടെ എക്സാം സെൻറ്റർ വയ്ക്കുക. അപ്പോൾ ആ ഒരു എക്സാം സെൻറ്റർ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു എക്സാമിനേഷൻ്റെ സെൻറ്ററായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ +2 സേ പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആകെ ആ ഒരു സബ്ജക്റ്റിന് ജയിക്കാനായിട്ട് 2 വർഷത്തെ ടോട്ടൽ TE മാർക്ക് എത്ര വേണം, അതായത് 36 48 എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു 36 48 എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം ഇപ്പോൾ 36 എങ്കിൽ നിങ്ങൾക്ക് 36-ൽ നിന്നും +1 ലഭിച്ച ആ ഒരു TE മാർക്ക് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ രീതിയിൽ തന്നെയാണ് 48, അതായത് 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ 2 വർഷം 48 വേണം. അപ്പോൾ ഇതിൽ നിന്നും +1 മാർക്ക്, അതായത് +1 TE മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് എത്രയാണോ ആ ഒരു മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ +1 ലഭിച്ചത് 18 ആണ്, 48 നിന്നും ജയിക്കാനായിട്ട്, അതായത് ആ ഒരു +1 ലഭിച്ചത് 18 ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ ജയിക്കാനായിട്ട് വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്കാണ്. അതായത് 30 മാർക്ക് ആ ഒരു വിദ്യാർത്ഥി ജയിക്കാനായിട്ട് ഈ ഒരു സേ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് ഇപ്പോൾ +2 ഓൾറെഡി പാസ്സാണ്, പക്ഷെങ്കിൽ +1 ആണ് ഫെയിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ +1 ഇപ്പോൾ പാസ്സാണ്. ഉദാഹരണത്തിന് നമുക്ക് കെമിസ്ട്രി എടുക്കാം. +1 ഒരു വിദ്യാർത്ഥിക്ക് 18 മാർക്കിന് പകരം ഒരു 15 മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പോൾ +2-ൽ TE മാർക്ക് ഇനത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 18 മാർക്ക് കിട്ടി, അതായത് +2 പാസ്സായിട്ടുണ്ട്, പക്ഷെങ്കിൽ +1 ഫെയിൽഡ് ആണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യണം എന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. 36-ൽ നിന്നും +1 കിട്ടിയ ആ ഒരു 15 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 21 മാർക്കാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ 21 മാർക്ക് നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ, അതായത് +2 സേ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ 21 മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ ആ ഒരു പരീക്ഷ പാസ്സാവും. അപ്പോൾ 21 എന്നുള്ള ലക്ഷ്യത്തോടെ പഠിക്കാതെ നിങ്ങൾ ഒരു 40 മാർക്ക് വാങ്ങിക്കാൻ പറ്റും, അതായത് വാങ്ങണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി പരീക്ഷയ്ക്ക് പഠിക്കുക. അതുപോലെ എത്ര വിഷയം സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 6 വിഷയം തോറ്റിട്ടുണ്ടെങ്കിൽ 6 വിഷയം നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ C++ അതുപോലെ തന്നെ D+ കിട്ടിയ വിദ്യാർത്ഥികൾ തോൽക്കുമെന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൻ്റെ മുകളിലായിട്ട് റിസൾട്ട് എന്നുള്ള ഭാഗത്ത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് നൽകിയിട്ടുള്ളത്. അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു പരീക്ഷ പാസ്സാണ് എന്നുള്ള അർത്ഥം.
അതുപോലെ തന്നെ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് നൽകിയതെങ്കിൽ നിങ്ങൾ പരീക്ഷ തോറ്റിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഏത് സബ്ജക്റ്റാണോ തോറ്റിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ നിങ്ങൾ ആരും +2 പരീക്ഷ പാസ്സായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ ആ ഒരു +2 പരീക്ഷ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആയിട്ടുണ്ട്, ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിൽഡ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തുടർ പഠനത്തിന് യോഗ്യത ഇല്ല എന്നുള്ളതാണ് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ആ ഒരു C++ ആ ഒരു ഡീറ്റെയിൽസിലേക്ക് വരാം. C++ അല്ലെങ്കിൽ D+ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി സേ പരീക്ഷ എഴുതണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 36 അല്ലെങ്കിൽ 48 ആ ഒരു സബ്ജക്റ്റിന് ടോട്ടൽ TE മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. 60 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 36 2 വർഷം കൂടിയുള്ള TE മാർക്കിൽ, അതായത് ഗ്രാൻഡ് ടോട്ടലിൽ ആ ഒരു TE മാർക്ക് എന്ന് കോളത്തിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു കോളത്തിൽ നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ വിഷയത്തിൽ 36 മാർക്കും അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 48 മാർക്കും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നും എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഒരു D+ അല്ലെങ്കിൽ C+ ഒക്കെ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ 2 വർഷം കൂടി 60-ൽ 36 അല്ലെങ്കിൽ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 48 മാർക്ക് ഗ്രാൻഡ് ടോട്ടലിൽ TE മാർക്കിനത്തിൽ കിട്ടിയിട്ടില്ല എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ആ ഒരു സബ്ജക്റ്റ് +2 സേ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ജയിക്കാനായിട്ട് നോക്കുക. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സേ പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അതുപോലെ ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യേണ്ട, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെഡ്ജ എന്ന് പറഞ്ഞ PDF എഡിറ്ററിൽ പോകും. അപ്പോൾ അവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒട്ടിക്കുക. നിങ്ങളുടെ SSLCയുടെ ആ ഒരു റിസൾട്ട്, അത് SSLC അല്ല +2ൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപേക്ഷാ ഫീസ് എത്രയാണോ ആ ഒരു അപേക്ഷാ ഫീസ് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ നിങ്ങളുടെ +2ൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എന്നിവ സഹിതം വിദ്യാർത്ഥികൾ, അതുപോലെ ഫീസ് എന്നിവ സഹിതം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഏത് സ്കൂളിലാണോ നിങ്ങൾ അവസാനമായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകുക. അപ്പോൾ അത് പ്രിൻസിപ്പാൾ പരിശോധിച്ച് അത് അറ്റസ്റ്റ് ചെയ്തിട്ട് അപേക്ഷ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ മെയ് 15-ാം തീയതിക്കകം വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 10-ാം തീയതിയല്ല, ഒരു 5-ാം തീയതിക്ക് ശേഷം തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് സ്കൂളുകളിൽ നിന്നും ലഭ്യമാകും. അപ്പോൾ ആ ഒരു ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. ഓൾറെഡി ഈ ഒരു എക്സാമിനേഷൻ്റെ ആ ഒരു ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 12-ാം തീയതിയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ ആ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.